സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഇന്ന് ബുധനാഴ്ച ഒരു ബുക്ക് റിവ്യൂ ആണ്. ഫാമിലീസ് ആൻഡ് ഫാമിലി തെറാപ്പി. സാൽവഡോർ മിനിച്ചിൻ എന്ന് പറയുന്ന സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പിയുടെ ഫൗണ്ടർ എഴുതിയ ഒരു ബുക്കാണിത്. ഫാമിലീസ് ആൻഡ് ഫാമിലി തെറാപ്പി. എന്തൊക്കെയാണ് ആ ബുക്കിലുള്ള ഫാമിലി തെറാപ്പി കോൺസെപ്റ്റുകൾ എന്ന് ഇന്നത്തെ ദിവസം നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. നമുക്കറിയുന്ന പോലെ 1950s കാലഘട്ടം മുതൽ ഫാമിലി തെറാപ്പി വളരെ പോപ്പുലറായി മുന്നോട്ട് വന്നിരുന്നു. പ്രധാനമായും സിസോഫീനിയ പോലുള്ള ചില രോഗങ്ങൾ ഉള്ള വ്യക്തികൾ ആ കുടുംബത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നം, പ്രത്യേകിച്ച് മാനസികമായ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. ഇൻഡിവിജ്വൽ തെറാപ്പി എന്നുള്ളതിന് അപ്പുറത്തായിട്ട് ഒരു കുടുംബത്തിലെ ഒരംഗത്തെ മാത്രമായിട്ടല്ല, എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കരുതി ഒരു സൈക്കോ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മൾ സിസ്റ്റം തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ആ കാറ്റഗറിയിലുള്ള ഒരു തെറാപ്പി മെത്തേഡാണ് സ്ട്രക്ചറൽ തെറാപ്പി എന്ന് പറയുന്നത്. അത് ചെയ്ത അല്ലെങ്കിൽ ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ് സാൽവഡോർ മിനിച്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. പ്രധാനമായും നമ്മൾ ഫാമിലി തെറാപ്പിയുടെ ഒരു കോൺസെപ്റ്റിൽ ചിന്തിക്കുവാണെങ്കിൽ ഇത്രയും തരത്തിലുള്ള അപ്രോച്ചുകളുണ്ട്. സിസ്റ്റമിക് ഫാമിലി തെറാപ്പി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഫാമിലി ആസ് എ സിസ്റ്റം, ഫാമിലിയിലെ ഓരോ വ്യക്തികളും ആ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഓരോ വ്യക്തിയേക്കാൾ അധികം ആ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ്. ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ പ്രശ്നം പലപ്പോഴും ആ ഫാമിലി സ്റ്റാറ്റസിനെ തന്നെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഫാമിലിയിലെ ഇൻഡിവിജ്വൽസിനല്ല പ്രാധാന്യം, എപ്പോഴും ആ ഫാമിലിക്കാണ് പ്രാധാന്യം എന്നുള്ള ദ ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓൾസം ഒരു പിക്ചറാണ്. വ്യക്തികൾക്കല്ല പ്രാധാന്യം, ഫാമിലിക്കാണ്, അല്ലെങ്കിൽ ആ കോമൺ ഗോളിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രശ്നം പലപ്പോഴും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഫാമിലി ആസ് എ ഹോൾ എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യണമെന്നാണ്. പലതരം ഫാമിലി തെറാപ്പി കോൺസെപ്റ്റുകളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഇതാണ് സിസ്റ്റംസ് തെറാപ്പി. മുറേ ബോവൻ എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടറാണ് അത് ഡെവലപ്പ് ചെയ്ത്. ഏറ്റവും 1950s കാലഘട്ടം മുതൽ സിസ്റ്റംസ് തെറാപ്പി ഉണ്ട്. അതുപോലെ സ്ട്രാറ്റജിക് തെറാപ്പി, ദറ്റ് ഈസ് ജെ ഹേഡ്ലി. ദെൻ സ്ട്രക്ചറൽ തെറാപ്പി. ഈ സ്ട്രക്ചറൽ തെറാപ്പിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരു ബുക്കിലൂടെ മനസ്സിലാക്കുന്നത്. ദെൻ നറേറ്റീവ്, മൈക്കിൾ വൈറ്റിൻ്റെ നറേറ്റീവ് തെറാപ്പി. ദെൻ വിർജീനിയ സാറ്റർ ആൻഡ് കോൾ വൈറ്റ് ആർക്കറിൻ്റെ എക്സ്പീരിയൻഷ്യൽ തെറാപ്പി. ദെൻ സ്റ്റീവ് ഡി ഷാസറിൻ്റെ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി. ദെൻ മാര സെൽവനി പുലാസിലെ മിലാൻ സിസ്റ്റമിക് ഫാമിലി തെറാപ്പി. ഏകദേശം 19ഓളം ഫാമിലി തെറാപ്പി അപ്രോച്ചുകൾ തന്നെയുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്രോച്ചുകളെ കുറിച്ച് ഞാനിങ്ങനെ പറയുന്നു മാത്രം. അതിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്ട്രക്ചറൽ തെറാപ്പിയുടെ ഫൗണ്ടറായ സാൽവഡോർ മിനിച്ചിൻ്റെ ഒരു ബുക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഇവിടെ ബുക്കിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നതാണ് കുടുംബത്തിലെ രോഗലക്ഷണങ്ങൾ ആർ സിംറ്റംസ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് കുടുംബഘടനയിലെ തകരാറിൻ്റെ ലക്ഷണം. അപ്പോൾ ഈ കുടുംബത്തിനൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ തകരാറിൻ്റെ കാരണമാണ് പലപ്പോഴും കുടുംബത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ എന്നാണ് ഈ ബുക്ക് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയല്ല പ്രശ്നം, ആ കുടുംബത്തിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന പ്രോബ്ലം. പക്ഷേ ആ വ്യക്തി മൂലമാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടാകാം. ഏതാണെങ്കിലും ആ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സത്യത്തിൽ കുടുംബത്തിൻ്റെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ, ഈ സ്ട്രക്ചറൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ തെറ്റി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ട്രക്ചറൽ കുടുംബഘടനയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ആ പ്രോബ്ലമാണ് സത്യത്തിൽ പ്രോബ്ലമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. 1974 ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഘടനാപരമായ കുടുംബ തെറാപ്പി, സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങൾ വ്യക്തിക്കുള്ളിലല്ല, മറിച്ച് അയാൾ ജീവിക്കുന്ന കുടുംബഘടനയുടെ അപര്യാപ്തത മൂലമാണ്. ആ ഫാമിലി സ്ട്രക്ചറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സ്ട്രക്ചറാണ് സത്യത്തിൽ പ്രോബ്ലമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ്
ഓരോ വ്യക്തികളിലേക്കും ബാധിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് അത് തീർച്ചയായിട്ടും മറ്റൊന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാം, ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അപ്പോഴൊക്കെ ഈ കുടുംബഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്നാണ് ബുക്ക് പറയുന്നത്. ഇതിന് അധ്യായം 1, 11 അധ്യായങ്ങളിലായിട്ടാണ് ഈ ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ അധ്യായം 1 പറയുന്നത് സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി, ഘടനാപരമായ കുടുംബ തെറാപ്പി എന്താണെന്നാണ്. ഇവിടെ കുടുംബം ആസ് എ സിസ്റ്റം, ഞാൻ പറഞ്ഞു സിസ്റ്റമിക് ഫാമിലി തെറാപ്പി എന്ന് തന്നെയാണ് പറയുന്നത് പൊതുവെ. അതിൻ്റെ അർത്ഥം ഫാമിലി ആസ് എ സിസ്റ്റം, ഇൻഡിവിജ്വൽ നല്ല പ്രാധാന്യം. അപ്പോൾ കുടുംബ സംവിധാനത്തെ ഒരു സിസ്റ്റമായി കാണുക, ആ സിസ്റ്റത്തിനുള്ളിലെ ഇടപെടലുകളാണ് പ്രാധാന്യം അർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ രോഗലക്ഷണങ്ങൾ അല്ല, പകരം കുടുംബഘടനയിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഈ സ്ട്രക്ചറൽ തെറാപ്പി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറാപ്പിസ്റ്റിൻ്റെ ഒരു റോളുണ്ട്, എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള റോള് തെറാപ്പിസ്റ്റിനുണ്ട്. ആ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും ഈ പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ സിസ്റ്റം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം ഒരു തെറാപ്പിസ്റ്റിന് മാത്രമേ കറക്റ്റായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതെന്തൊക്കെയാണ് ആ തെറാപ്പിസ്റ്റിൻ്റെ അകത്ത് പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുന്നതൊക്കെ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ 2ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫാമിലി ഇൻഫോർമേഷൻ, കുടുംബത്തിൻ്റെ രൂപീകരണത്തിൻ്റെ തലമാണ്. അപ്പോൾ ഇവിടെ ഫാമിലി ഓൾറെഡി ഉണ്ട്, ഫാമിലി ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമ്മൾ തെറാപ്പിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ജോയിനിങ് ആൻഡ് അക്കോമഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ആ തെറാപ്പിസ്റ്റ് ആ കുടുംബവുമായിട്ട് ചേർന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഭാഷ, അതിൻ്റെ പെരുമാറ്റ രീതികൾ, അവരുടെ കൾച്ചർ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ച് ഇപ്പോൾ ഉള്ള അതിരുകൾ, ബൗണ്ടറികൾ എന്തൊക്കെയാണ്. ഇപ്പോൾ കുടുംബത്തിനൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, ഇങ്ങനെ പലരും ഉണ്ട്. കുടുംബം അല്ലെങ്കിൽ കൂട്ടുകുടുംബമാണെങ്കിൽ അതിനകത്തും ചില. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ ആ ബൗണ്ടറി കറക്റ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. ഓരോരുത്തരുടെയും ബൗണ്ടറി, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ബൗണ്ടറികൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ട് അതിനനുസരിച്ചാണ് കുടുംബം പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായി മുന്നോട്ട് പോകും. പക്ഷെ പലപ്പോഴും അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ജോയിനിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് ഫാമിലി ഫോർമേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫാമിലിയുടെ ഭാഷയും പെരുമാറ്റ രീതികളും അതിൻ്റെ കൾച്ചറുകളും എല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ജോയിനിങ് ആൻഡ് അക്കോമഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഏതൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് റാപ്പോ ബിൽഡിംഗ് എന്ന് പറയും അല്ലേ? അങ്ങനെയൊക്കെ പല രീതികൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ തെറാപ്പിസ്റ്റിന് പറ്റുന്ന രീതിയിൽ എപ്പോഴും ഒരു ജോയിനിങ് പ്രോസസ്സുണ്ട്. ആ ആ തെറാപ്പിസ്റ്റിനെ കുടുംബത്തിൻ്റെ ഒരു അംഗമായി കണ്ടാൽ മാത്രമേ ഓപ്പണായിട്ട് പറയാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ തുറന്നു പറയാം. ഓരോ വ്യക്തികൾക്കും തുറന്നു പറയുകയും ഓരോ വ്യക്തികളും ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ മറ്റു വ്യക്തികളെ ശാന്തമായി ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നതെല്ലാം ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അത്രമാത്രം ഒരു നല്ല ബന്ധം, വ്യക്തികളുമായിട്ട് നല്ല ബന്ധം, പക്ഷാപാതം ഒക്കെ ഉപയോഗിച്ചാൽ ആരെങ്കിലും ഒരു പാർഷ്യലായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഇഷ്യൂ ആയിട്ട് മാറും, അത് മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ജോയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോയിനിങ് ആൻഡ് അക്കോമഡേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അധ്യായം 1 പറയുന്നത്. അതിൽ 3ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫാമിലി മോഡലാണ്, കുടുംബത്തിൻ്റെ ഒരു മാതൃക. അപ്പോൾ ഇവിടെ സബ്സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും കുടുംബ മോഡലിൽ ഒരു സബ്സിസ്റ്റം ഉണ്ട്, ഉപസിസ്റ്റംസ് ഉണ്ട്. കുടുംബത്തിനുള്ളിലെ വിവിധ ഉപസിസ്റ്റംസ്, പേരൻസ് ഉണ്ട്, മാതാപിതാക്കളുണ്ട്, സ്പൗസ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, then സിബ്ലിങ്സ്, സഹോദരങ്ങളുണ്ട്, കുട്ടികളുടെ ഒരു തലമുണ്ട്. ഇതിനെല്ലാം വ്യക്തമായ അതിരുകളുണ്ട്. ഈ അതിരുകൾ ചിലതൊക്കെ റിജിഡ് ആകാം, ചിലപ്പോൾ ഒക്കെ എൻമെഷ്ഡ് ആകാം, കെട്ടുപിണഞ്ഞ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറികളില്ലാത്ത ചില അതിരുകളില്ലാത്ത ചില ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഒരു സഹോദരനും തമ്മിൽ നല്ല ബന്ധമാണ്, അതിരുകളില്ലാത്ത ബന്ധമുണ്ട്, പോസിറ്റീവായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ ആ ബന്ധത്തിൻ്റെ ഉള്ളിലേക്ക് സഹോദരൻ ഒരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയായി അല്ലെങ്കിൽ ഭാര്യയായിട്ട് വരുമ്പോൾ ആ ബന്ധങ്ങൾ എൻമെഷ്ഡായി നിൽക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം അമ്മ തൻ്റെ വികാരങ്ങൾ കുട്ടികളോട് കുട്ടിയുമായി പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ മക്കളെ ഇതിൻ്റെ അകത്ത് ഇടപെടുത്തുന്നു. ഇതെല്ലാം എൻമെഷ്ഡാണ്. കാരണം അവർക്കൊരു ബൗണ്ടറി ഉണ്ട്. അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ്, കുട്ടികളുടെ സിബ്ലിങ്സ്, ഇതിനൊക്കെ ഒരു ബൗണ്ടറിയും അതിന് വ്യക്തമായ നിയമങ്ങളും. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള എൻമെഷ്ഡ് ആണോ അതോ ഡിസെൻഗേജ് അല്ലെങ്കിൽ റിജിഡ് എന്ന് പറയും, വിഘടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ റിജിഡ്, ആ ബൗണ്ടറിയെ ഒട്ടും ഓപ്പൺ ചെയ്യാത്തത്, അതിരുകൾ വളരെ കടുപ്പമുള്ള വഴക്കമില്ലാത്തത്. ഒരു കുട്ടിക്ക് സങ്കടമുണ്ടായാൽ അത് മാതാപിതാക്കളോട്, രക്ഷിതാക്കളോട് പങ്കുവെക്കാൻ കഴിയാതെ വരും.
ഒറ്റപ്പെടലിലേക്ക് നയിക്കും, എല്ലാം സപ്രസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്നുകിൽ എൻമെഷ്ഡ് ആകാം, അല്ലെങ്കിൽ ഡിസെൻഗേജ് ആകാം. പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ട ഒരു ഹെൽത്തി ബൗണ്ടറിയാണ്. അപ്പോൾ ഈ ഫാമിലി മോഡലിൽ എപ്പോഴും ബൗണ്ടറികൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാം. ബൗണ്ടറികൾ തെറ്റുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ബൗണ്ടറി ഏത് ടൈപ്പാണെന്നൊക്കെ തെറാപ്പിസ്റ്റ് കൃത്യമായിട്ട് പറയും. ചിലവർ തമ്മിൽ, ഇപ്പോൾ അമ്മയും മകളും തമ്മിൽ ചിലപ്പോൾ എൻമെഷ്ഡ് അച്ഛനും മകനും തമ്മിൽ ചിലപ്പോൾ ഡിസെൻഗേജ്ഡ്, അതായത് റിജിഡ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതാണ് ഘടകങ്ങൾ, എവിടേക്കാണ് റിജിഡിറ്റി മാറ്റി അത് ഹെൽത്തി ആക്കേണ്ടത്, അതുപോലെ എവിടേക്കാണ് എൻമെഷ്ഡ് ആയിട്ടുള്ളത് റിജിഡ് ആക്കേണ്ടത് അല്ലെങ്കിൽ ഹെൽത്തി ആക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഫാമിലി തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നമ്പർ 3ലേക്ക് വരുമ്പോൾ എ ഫാമിലി മോഡൽ. യെസ്, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പൂരകത്വം അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി, കുടുംബാംഗങ്ങളുടെ റോളുകളും പെരുമാറ്റങ്ങളും പരസ്പര പൂരകങ്ങളായിരിക്കും, അല്ലേ? നമ്മളിങ്ങനെ പറയും, ചില രണ്ട് തരം ബന്ധങ്ങളെ കുറിച്ച് പറയാനുള്ളൂ. ഒരു ബന്ധമെന്ന് പറയുന്നത് എപ്പോഴും സുപ്രമസി ഉള്ളതാണ്, സുപ്പീരിയർ ടൈപ്പ് ബന്ധങ്ങളാണ്. ചിലത് റിപ്പോർട്ടിംഗ് തരപ്പ് ബന്ധങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക, അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായിട്ടുള്ള കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അധികാരിയായ ഭാര്യ, വിധേയനായ ഭർത്താവ്, ഇങ്ങനെ ഒരാൾ ഹയർ നിന്നാൽ മറ്റൊരു തലം എന്ന് വെച്ചാൽ സാമാന്യതയും വ്യക്തിത്വവും, ജനറാലിറ്റി ആൻഡ് യൂണിയൻ. ചില നിയമങ്ങൾ എല്ലാവർക്കും പൊതുവായതാണെങ്കിലും ചില മുകളിൽ തനതായ നിയമങ്ങളുണ്ട്. മണ്ടൻ എന്ന ഒരു വിളി കുടുംബത്തിലെ സ്നേഹപദവും മറ്റൊന്നിൽ അത് ഒരു അപമാനകരവും അധിക്ഷേപവുമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ. അപ്പോൾ സാമാന്യത്വവും അതുപോലെ തന്നെ ജനറാലിറ്റിയും യുണീക്നെസ്. അപ്പോൾ ഇതെല്ലാം കുടുംബഘടനയുടെ സവിശേഷതകളാണ്. അത് ഓരോ കുടുംബവും അതിൻ്റെ വ്യക്തികൾ അല്ലെങ്കിൽ അംഗങ്ങൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് ഒരു ഫാമിലിയിൽ നിന്ന് മറ്റൊരാൾ വിവാഹം കഴിച്ച് ചെല്ലുമ്പോഴോ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോഴോ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് ഈ കുടുംബ ഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. പിന്നെ അധ്യായം 4ലേക്ക് വരുമ്പോൾ, 4ാമത്തെ അധ്യായത്തിൽ ഇവിടെ കിബിറ്റ്സ് എന്ന് പറയുന്നൊരു കുടുംബത്തെക്കുറിച്ചാണ്. ഇത് ഇസ്രായേലിലുള്ള കിബിറ്റ്സ് എന്ന് പറയുന്നൊരു സാമൂഹിക സമൂഹത്തിൻ്റെ ഒരു സമ്പ്രദായത്തിലെ ഒരു ഉദാഹരണമാണ്. അവിടെ റാബിൻ എന്ന് പറയുന്ന ഒരു റാബിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഉദാഹരണത്തിലൂടെ സാംസ്കാരികപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ, കൾച്ചറൽ ഡിഫറൻസസ്, നമുക്കറിയാം. കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഭാഗങ്ങളിൽ ഓരോ ഏരിയ അല്ലെങ്കിൽ ജില്ലകൾ എടുത്താൽ പോലും അവിടെ സാംസ്കാരികപരമായ വ്യതിയാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ വ്യതിയാനങ്ങളെ കൃത്യമായിട്ട് കുടുംബഘടനയിൽ അത് വ്യക്തമാക്കുന്ന ഒരു രീതി, വിശമല്ലേ. അതുപോലെ അതിരുകളും സമൂഹങ്ങളും, കുട്ടികളുടെ വളർത്തുന്ന രീതികൾ, സമൂഹത്തിന് പങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുടുംബത്തിനുള്ള അതിരുകൾ, ഇതൊക്കെ എങ്ങനെയൊക്കെ വളരെ അടുപ്പം എന്നാൽ അതിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടു എന്നും അതേസമയം എൻമെഷ്ഡ് ആണെന്നും പറയാം. എൻമെഷ്ഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി അല്ല, പക്ഷെ വളരെ അടുപ്പമുള്ള ബൗണ്ടറി എന്ന് വെച്ചാൽ പോസിറ്റീവാണ്. അപ്പോൾ ചില കുടുംബങ്ങളിൽ ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ചില കൾച്ചറിൻ്റെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ചില സാമൂഹിക സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആകാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു തെറാപ്പിസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അധ്യായം 4 പറയുന്നത്. ഇനി 5ലേക്ക് വരുമ്പോൾ ചില തെറാപ്യൂട്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ആണ് സാധാരണ കാണുന്ന ചില പ്രശ്നങ്ങളാണ്. അതിലൊന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ട്രയാങ്കുലേഷൻ എന്ന് പറയും. ത്രികോണ മോഡൽ ഉണ്ടാക്കുക. ട്രയാങ്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിൽ അവരുടെ മാരിറ്റൽ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് മൂന്നാമതൊരാളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നു. ചിലപ്പോൾ കുട്ടികളാകാം, മാതാപിതാക്കളാകാം, ഫ്രണ്ട്സാകാം, ആരുമാകാം. ഇതിലാരായാലും ഈ കോൺഫ്ലിക്റ്റിൽ പെട്ട് തീർച്ചയായിട്ടും ഉത്കണ്ഠയും പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാം. ഇത് ട്രയാങ്കുലേഷൻ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ട്രയാങ്കുലേഷനിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഡീട്രയാങ്കുലേറ്റ് ചെയ്യണം, ആ വ്യക്തിയെ ഡീട്രയാങ്കുലേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിഭയങ്കരമായ മാനസിക പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകും. അപ്പോൾ ഉദാഹരണം, ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിൽ അവർ തമ്മിൽ ആശയപരമായി ഒക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മീഡിയേറ്റർ എന്ന നിലയിൽ ഒരു കുട്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പം മാതാവ് അല്ലെങ്കിൽ അമ്മ കുട്ടിയോട് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കുട്ടിയോട് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ആവശ്യത്തിൽ കുട്ടിയെ കാര്യങ്ങളൊക്കെ പറയാൻ മറന്നുപോയാൽ, ആശയപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു വലിയ ഇഷ്യൂ കുട്ടിയിലുണ്ടാകാം. ഇത് സത്യത്തിൽ ബൗണ്ടറി പരമായിട്ട് ഒരിക്കലും കുട്ടിക്ക് അങ്ങനെ ഒരു റോൾ വരാൻ പാടില്ല, മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു റോൾ വരാൻ പാടില്ല. അപ്പോൾ അവിടെ പരസ്പരം കറക്റ്റായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആശയവിനിമയം ഉണ്ടാക്കാൻ വേണ്ടി ഈ കുട്ടിയെ ആ പ്രോസസ്സ് മാറ്റാം. ഡീട്രയാങ്കുലേഷൻ എന്ന് പറയും. അതൊരു പ്രോബ്ലം. പിന്നെ പുനഃസംഘടന, റീസ്ട്രക്ചറിങ്. ചികിത്സയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രോഗലക്ഷണമുള്ള വ്യക്തികളെ മാറ്റുകയല്ല, മറിച്ച് കുടുംബത്തെ മുഴുവൻ ഇടപെടലിലൂടെ പുനഃസംഘടന ചെയ്യുക. നമ്മളൊരു സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയും. ഒരാൾക്കായിരിക്കും പ്രശ്നം, പക്ഷേ ആ ഒരാളുടെ പ്രശ്നം മറ്റ് പലരുടെയും ഇൻറ്ററാക്ഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസുകളിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പുനഃസംഘടന, ഒരു റീസ്ട്രക്ചറിങ് ആവശ്യമാണ്. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് റീഫ്രെയിമിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുന്ന രീതികൾ മാറ്റുക.
നീ വളരെ മോശമാണെന്ന് പറയുന്നതിന് പകരം നിന്റെ ഈ പെരുമാറ്റം എന്നെ സംബന്ധിച്ച് ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് റീഫ്രെയിമിംഗ് ആണ്. അങ്ങനെ ഫ്രെയിമിങ്ങിലൂടെ നമ്മളുടെ ആ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ വാക്കുകളുടെ ഘടന മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിൻ്റെ രീതികൾ മാറ്റാം. അപ്പോൾ അതിലൂടെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അയാൾക്കൊരു അധിക്ഷേപം ഉണ്ടാകാത്ത രീതിയിൽ, പുതിയ രീതിയിൽ നമുക്ക് ആ പ്രശ്നത്തെ അവതരിപ്പിക്കാൻ പറ്റും. അതൊക്കെ തെറാപ്പിസ്റ്റിന് റീസ്ട്രക്ചർ ചെയ്തോ അല്ലെങ്കിൽ റീഫ്രെയിം ചെയ്തോ ഉള്ള രീതിയിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കും. കുറേ തെറാപ്പിസ്റ്റ് ഇവിടെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കും. തെറാപ്പിസ്റ്റിൻ്റെ സ്വയം സെൽഫ് ഓഫ് ആസ് എ തെറാപ്പിസ്റ്റ്, തെറാപ്പിസ്റ്റിന് പ്രാഥമിക ഉപകരണമായിട്ട് ഉപയോഗിക്കാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, രണ്ടുപേരുടെ ഇടയിലുള്ള ആ പ്രശ്നം. ഉദാഹരണം, നമ്മൾ ട്രയാങ്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ വ്യക്തി, ആ കുട്ടിയെ നമ്മൾ ട്രയാങ്കുലേറ്റ് ചെയ്യാൻ തെറാപ്പിസ്റ്റിൻ്റെ ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. നേരിട്ട് സംസാരിക്കാൻ പറയണം. ആശയങ്ങൾ നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റും മീഡിയത്തിലൂടെ പറയാം. ഒരിക്കലും കുട്ടിയുടെ ഇടയിൽ നിർത്തരുത്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇടയിൽ നിർത്തരുത് എന്നൊക്കെ നമ്മൾ പറയുന്ന മെത്തേഡ് ഇതാണ്. ദെൻ 6ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ എഗൈൻ ഫാമിലി ഇൻ തെറാപ്പി, ദാറ്റ് ഇസ് തെറാപ്പിയിലെ കുടുംബമാണ്. ഇവിടെ പലപ്പോഴും പല പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതികൾ എന്താണെന്ന് പലപ്പോഴും തെറാപ്പിസ്റ്റിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എനാക്ട്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, ശരിക്കും പറഞ്ഞാൽ ആ സംഭവത്തെ പുനർനിർണ്ണയിക്കുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടായി, ഒരു വഴക്കിടുന്ന സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ അവതരിപ്പിച്ച് കാണിക്കുക, ഒരു അഭിനയിച്ച് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് എനാക്ട്മെന്റ്. എങ്ങനെയാണ് അത് നടന്നതെന്ന് ഒരിക്കൽ കൂടി അഭിനയിച്ച് കാണിക്കും. അങ്ങനെ അഭിനയിച്ച് കാണിക്കുമ്പോൾ എന്താ പ്രത്യേകത? തെറാപ്പിസ്റ്റിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരാൾ സംസാരിക്കുന്നത്, അതിലെന്ത് റീഫ്രെയിമിംഗ് ആണ് ആവശ്യം, അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് എങ്ങനെയാകാം, ഇതിൻ്റെ അകത്തൊരു ട്രയാങ്കുലേഷൻ്റെ പാർട്ട് ഉണ്ടോ, ട്രയാങ്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്. അപ്പോൾ പ്രയോജനങ്ങൾ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ പറയുന്നതിന് പകരം അത് കറക്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അല്ലേ? സങ്കടപ്പെടുന്നതും യഥാർത്ഥത്തിൽ സങ്കടം അഭിനയിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ആ പ്രശ്നം ഒരിക്കൽ കൂടി ഒന്ന് അഭിനയിച്ച് കാണിക്കുമ്പോൾ, ശരിക്കും നമ്മൾ റോൾ പ്ലേ എന്നൊക്കെ പറയുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ എനാക്ട്മെൻറ്റിലോടുകൂടി തെറാപ്പിസ്റ്റിനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണിച്ചേ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു രീതി. അപ്പം തെറാപ്പിയിലുള്ള ആ കുടുംബം, പക്ഷേ തെറാപ്പി സമയത്ത് ഈ പ്രോസസ്സിനെ ഒരിക്കൽ കൂടി ഒന്നും കൂടെ അവതരിപ്പിച്ച് കാണിക്കുന്ന ആ പ്രശ്നത്തെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എളുപ്പമാകും. ദെൻ ചാപ്റ്റർ 7ലേക്ക് വരുമ്പോൾ ഫോമിങ് ദ തെറാപ്യൂട്ടിക് സിസ്റ്റംസ്. ഇപ്പോൾ പ്രധാനപ്പെട്ട അതിൻ്റെ ആശയങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജോയിനിങ്, തെറാപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇവിടെ ഒരു ട്രയാങ്കുലേഷൻ്റെ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അതും അല്ലെങ്കിൽ ആശയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എനാക്ട്മെൻറ്റും കൂടെ അവിടെ നടത്തി, എങ്ങനെയാണ് ഈ പ്രശ്നം നടന്നതെന്ന് കൃത്യമായിട്ട് തെറാപ്പിസ്റ്റിൽ നിന്ന് അവതരിപ്പിച്ച് കാണിക്കും. അപ്പോൾ തെറാപ്പിസ്റ്റിന് ഏകദേശം ഈ വ്യക്തികളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. ഏതൊക്കെ ഫാമിലി മെമ്പേഴ്സാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഏതൊക്കെ ഫാമിലി മെമ്പേഴ്സാണ് ശരിക്കും സറണ്ടർ ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ചില സറണ്ടർ ചെയ്ത് നിൽക്കുന്നവരെയൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് അവർക്ക് സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നവരെ ഡോമിനേറ്റ് ചെയ്യാത്തവരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അവിടെ ഒരു ജോയിനിങ് പ്രോസസ് ഉണ്ട്. ജോയിനിങ് പ്രോസസ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഭാഷയും പെരുമാറ്റവും കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുക. ആ ബന്ധപ്പെട്ട് 3 തരത്തിലുള്ളവരുടെ അടുത്ത സ്ഥാനം, ക്ലോസ് ഇൻ പൊസിഷൻ എന്ന് പറയാം, കുടുംബത്തിൻ്റെ തന്നെ ഭാഗമായി മാറുന്നു. ദെൻ മധ്യസ്ഥാനം, മിഡിൽ തെറാപ്പിസ്റ്റ് മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നു. ദെൻ അകന്ന സ്ഥാനം, ഒരു വിദഗ്ധൻ, ഒരു എക്സ്പേർട്ടായിട്ട് പെരുമാറും. അപ്പം ഇങ്ങനെ തെറാപ്പിസ്റ്റിന് 3 റോളുകളിൽ ഏത് റോൾ എടുത്താലും അവിടെ കൃത്യമായിട്ട്. ഇനി ചില കേസുകളിൽ പ്രതിരോധം കൈകാര്യം ചെയ്യാൻ വേണ്ടി തെറാപ്പിസ്റ്റിന്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 റോളുകളിൽ ഏത് റോൾ എടുത്തും കൃത്യമായിട്ട് നമുക്ക് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഈ വ്യക്തികളുടെ കുടുംബത്തിലേക്ക് അക്കോമഡേറ്റ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അക്കോമഡേഷൻ, ജോയിനിങ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നൊരു ഏരിയയിൽ വരുന്നതാണ്. കുടുംബത്തിൻ്റെ നിയമങ്ങളും ശീലങ്ങളും മനസ്സിലാക്കി അവയൊത്ത് പൊരുത്തപ്പെടുക, എന്നിട്ട് അക്കോമഡേറ്റ് ചെയ്യുക. ഇതാണ് ജോയിനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട രീതി. അപ്പം കുടുംബത്തെ ഒരു തെറാപ്യൂട്ടിക് സിസ്റ്റത്തിലേക്ക് ചേർക്കുക, അതിൽ തീർച്ചയായിട്ടും തെറാപ്പിസ്റ്റിന് റോളുണ്ട്. ആ തെറാപ്പിസ്റ്റ് ഈ പറയുന്ന 3 സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വഹിക്കണം. ചിലപ്പോൾ വളരെ അടുത്ത് നിന്ന് പറയാം, ചില വ്യക്തികൾ കുടുംബത്തിലെ ചില അംഗങ്ങളുമായിട്ട് വളരെ ചേർന്നെന്ന് പറയാം, ചിലവരെ ഒരു മിഡിൽ പൊസിഷനിൽ മീഡിയേറ്റർ എന്ന നിലയിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ചിലത് അകന്നു നിൽക്കാം, അല്ലെങ്കിൽ എല്ലാ കുടുംബാംഗങ്ങളുമായി ഈ പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.
ദെൻ അധ്യായം 8 വരുമ്പോൾ റീസ്ട്രക്ചറിങ് ഫാമിലി. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഏകദേശം തെറാപ്പിസ്റ്റ് 3 തരത്തിലുള്ള ഇടപെടലിലൂടെ കൃത്യമായി ഫാമിലി എന്താണെന്നും ഫാമിലി അംഗങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്നും അവരെങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി ഒരു റീസ്ട്രക്ചറിങ്, ഒരു പുനഃസംഘടനയുടെ തലമാണ്. നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് എല്ലാം മനസ്സിലാക്കി, വ്യക്തികളുമായി സംസാരിച്ചു, അപ്പോൾ ഏതൊക്കെ തരത്തിലാണത് മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ തലത്തിൽ ചെയ്യേണ്ടത് ഒരു റീസ്ട്രക്ചറിങ് ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു സ്ട്രക്ചറൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഹയറാർക്കീസ് കൃത്യമായിട്ട് നോക്കും. എന്തൊക്കെ ഹയറാർക്കിയാണ്? അച്ഛൻ, അമ്മ, മക്കൾ, അല്ലെങ്കിൽ മക്കളിൽ തന്നെ മൂത്തയാൾ, ഇവർക്കൊക്കെ ചില ഹയറാർക്കിയൽ പോയിന്റുകളുണ്ട്. അപ്പോൾ ആ ഹയറാർക്കി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു സബ് സിസ്റ്റംസ് ഉണ്ട്, ഉപവ്യവസ്ഥകൾ എന്ന് പറയും. എന്തൊക്കെയാണ് ഉപവ്യവസ്ഥകൾ പറഞ്ഞത്? ഭാര്യ ഭർത്താക്കൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും, മാതാപിതാക്കൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് പേരൻസിൻ്റെ, പിന്നെ മക്കൾ, അതിനകത്ത് തന്നെ സിബ്ലിങ്സ്, ഇങ്ങനെയുള്ള. അപ്പോൾ ഇവിടെയെല്ലാം ബൗണ്ടറികൾ കൃത്യമാണോ എന്ന് നോക്കുക. അതിർവരമ്പുകൾ സൃഷ്ടിക്കൽ. ബൗണ്ടറി കറക്റ്റ് ആണോ? അച്ഛനും അമ്മയും തമ്മിൽ ചേർന്ന് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു കുടുംബ സിസ്റ്റം ഉണ്ടെങ്കിൽ, അച്ഛൻ പറയുന്നത് അമ്മയും അമ്മ പറയുന്നത് അച്ഛനും സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അംഗീകരിച്ചാൽ മാത്രമേ കുട്ടികൾ അനുസരിക്കുള്ളൂ. അച്ഛൻ പറയുന്ന അമ്മ അനുസരിക്കുന്ന, അമ്മ പറയുന്ന അച്ഛൻ അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ എന്ത് ചെയ്യും? അവരുടേതായ അഡ്വാൻറ്റേജ് എടുക്കും. അവർ ഓട്ടോമാറ്റിക്കായിട്ട് പാർഷ്യലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടും. അച്ഛനുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അമ്മയെ അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ബൗണ്ടറി സിസ്റ്റം ഫെയിലായി. എന്നുവെച്ചാൽ അച്ഛൻ ദേഷ്യപ്പെട്ടാൽ, അമ്മ ദേഷ്യപ്പെട്ടാൽ, അത് അംഗീകരിക്കാതെ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒപ്പോണൻ്റ് ആയിട്ടുള്ള ആളുമായിട്ട് കൂട്ടുകെട്ട് വെച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. അത് പ്രശ്നമായി മാറും. അപ്പോൾ ഇവിടെ എൻമെഷ്ഡോ അല്ലെങ്കിൽ ഡിസ്കേ, അല്ലെങ്കിൽ എന്ന് പറയുന്ന എൻമെഷ്ഡ് അല്ലെങ്കിൽ ചേർന്ന് കെട്ടുപിണഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ റിജിഡോ ആയിട്ടുള്ള ബന്ധങ്ങൾ, അതിന് പകരം നമ്മൾ എന്ത് വേണം? എപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻ വേണം. കൂടുതൽ എൻമെഷ്ഡ് ആകാൻ പാടില്ല, അതേസമയം കൂടുതൽ റിജിഡായിട്ട് നിൽക്കാൻ പാടില്ല. കൂടുതൽ എൻമെഷ്ഡ് എന്ന് പറഞ്ഞാൽ ആ ബന്ധം മറ്റുള്ളവർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ലുക്കിൽ അതിനകത്ത് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ആ വൈകാരികമായ എല്ലാ തലങ്ങളും ഒരാളോട് ഷെയർ ചെയ്ത് പോകുന്നു. അതൊരു ശരിയായ രീതിയല്ല, രണ്ടുപേർക്കും അത് പ്രോബ്ലം ഉണ്ടാക്കും. റിജിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ പോലും പറ്റുന്നത്. മിക്കവാറും അച്ഛനോട് മക്കൾ, അല്ലെങ്കിൽ മക്കളും അച്ഛനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഡിസെൻഗേജ്ഡ് ആയിരിക്കും, വിഘടിച്ച തലമായിരിക്കും. കുട്ടികൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. അതേസമയം അമ്മയും മക്കളും തമ്മിൽ പൊതുവെ ഒരു എൻമെഷ്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതിൽ ബാലൻസ്, അൺബാലൻസിങ്, അതുകൊണ്ട് ചിലതിൽ ഡോമിനൻ്റ് ആയിരിക്കും, ചിലവർ സപ്രസിങ് ആയിരിക്കും. അപ്പോൾ ദുർബലമായ അംഗത്തെ കൃത്യമായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം. ദുർബലമായ ഒരു അംഗം, അപ്പം അമ്മയ്ക്ക് പറയാനുള്ള വോയിസ്, അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു, മക്കളും അമ്മയും എല്ലാം ഇങ്ങനെ സറണ്ടർ ചെയ്ത് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ അമ്മയ്ക്ക് പറയാനുള്ള അവസരം, കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, മക്കൾക്കും അതുപോലെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ എന്തായി മാറും? കൃത്യമായിട്ട് ആ സിസ്റ്റത്തെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ്, അൺബാലൻസ് മാറ്റുക, അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാക്കുക. ടൈറ്റിൽ വ്യത്യാസമാണ്. ബാലൻസ് തകർക്കുന്നതാണ്, അൺബാലൻസ് ആണ് തകർക്കുന്നത്. ഒരു ദുർബല അംഗത്തിന് താൽക്കാലികമായി പിന്തുണ നൽകി കുടുംബത്തിൻ്റെ അധികാര ഘടനയെ മാറ്റുക. ഇപ്പോൾ ഉദാഹരണം, ഒറ്റപ്പെട്ട അമ്മ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മക്കൾ അവർക്കുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അവസ്ഥ വീണ്ടും കൊടുക്കുക. ദെൻ ഊർജിതമാക്കൽ, ഇൻറ്റൻസിഫൈ, നിലവിലുള്ള ഒരു പ്രശ്നകരമായ ഇടപെടൽ രീതിയെ ഊർജിതമാക്കി കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ദോഷം കുടുംബത്തെ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലം, ഒരാൾ മദ്യപാനമുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മദ്യപാനം കൊണ്ട് ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്ത് കാണിക്കുക. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ ആ ഫാമിലിയിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ, കുട്ടികൾക്കുണ്ടാകാവുന്ന മാറ്റങ്ങൾ, കുട്ടികളുടെ മാനസിക നിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാമ്പത്തികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഇൻറ്റൻസിഫൈഡ് ഔട്ട് കാണിച്ചു കൊടുക്കുക. ദെൻ രോഗലക്ഷണത്തിൻ്റെ റിലേഷണൽ ഫങ്ഷൻസ്. ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നെ, മദ്യപാനത്തിൻ്റെ കേസ്, ആ മദ്യപാനം കൊണ്ട് ഉണ്ടാകാവുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഒരു കുട്ടിയുടെ വഴക്കാണ്, ആ കുട്ടിയുടെ വഴക്കുണ്ട് ആ കുടുംബത്തിൻ്റെ ഫങ്ഷൻ, റിലേഷൻ ഫങ്ഷൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃത്യമായിട്ട്, അപ്പോൾ ആ റിലേഷൻസിൽ അല്ലെങ്കിൽ ഫങ്ഷൻസ് വെള്ളി ഉണ്ടാകാതെ തന്നെ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് പുനഃസംഘടന. ഒരുപക്ഷെ ഇതെല്ലാം നമ്മൾ കൃത്യമായ തെറാപ്യൂട്ടിക്കൽ മെത്തേഡുകളാണ്. അതിർവരമ്പുകൾ, ബൗണ്ടറി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക, അൺബാലൻസിങ് എന്ന് വെച്ചാൽ ബാലൻസ്ഡ് അല്ലാതെ നിൽക്കുക. എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം, എല്ലാവർക്കും 10 മിനിറ്റ് ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും ധൈര്യത്തോടു കൂടി അവരുടെ പക്ഷം പറയാനുള്ള അവസരം. പലപ്പോഴും
ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം ഇല്ലെങ്കിൽ ആരാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവർക്ക് കേൾക്കാൻ പോലും അവസരമില്ലാതെ വരുന്ന അവസ്ഥ. അതുപോലെ ചില കേസിൽ ഇൻറ്റൻസിഫൈ ചെയ്യണം ചില പ്രശ്നങ്ങൾ. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന പ്രശ്നം, പിന്നെ അത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന റിലേഷണൽ ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇതാണ് 8ാമത്തെ അധ്യായം. 9ാമത്തെ അധ്യായത്തിൽ മറ്റൊരു തെറാപ്പി മെത്തേഡാണ് ഇപ്പോൾ ഉള്ള പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം. അപ്പം അതിനുവേണ്ടി യെസ് ബട്ട് ടെക്നിക്കാണ്. യെസ്, നമ്മൾ ഒരു ഇവിടെ സ്മിത്ത് എന്ന് പറയുന്നൊരു കുടുംബത്തിൻ്റെ ഒരു കേസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം പല കേസിലും നമ്മൾ യെസ് ബട്ട് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. യെസ് എന്ന് പറയും, എന്നുവെച്ചാൽ എസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആരുമായിട്ട് സംസാരിക്കുന്നു ആ വ്യക്തിയുടെ ആ പ്രശ്നവുമായി അംഗീകരിച്ചു പോകുന്നതാണ് യെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് അംഗീകരിച്ചിരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ആ വീക്ഷണത്തെ അംഗീകരിക്കും, അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കും, യെസ് പറയും. എന്നിട്ട് നമ്മൾ പറയും എന്നാൽ പുതിയൊരു പ്രശ്നമുണ്ട്, മറ്റൊരു വെല്ലുവിളി, ഒരു ചലഞ്ചുണ്ട്, ആ ചലഞ്ചിനെ എങ്ങനെ ബാലൻസ് ചെയ്യും. സോ ബട്ട് ദർ ഇസ് എ പ്രോബ്ലം എന്ന് പറയും. അപ്പം ഇങ്ങനെ വരുമ്പോൾ പ്രതിരോധത്തെ മറികടക്കാൻ എന്താണ് ഈ മെക്കാനിസം വളരെ എളുപ്പമാണ്. പല രീതിയിൽ അനലൈസ് ചെയ്യാം. ഇപ്പം നമ്മളൊരു ചെസ്സ് കളിക്കുമ്പോൾ തന്നെ നമ്മളൊരു മൂവ്മെന്റ്, ഒരു കരുവെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലേസ്ഡ് ആയി പോകും. വെക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കും, യെസ് ഇറ്റ്സ് എ ഗുഡ് മൂവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം ബട്ട്, എന്നിട്ട് തിരിച്ച് റിവേഴ്സ് പോരും എന്ന് പറയുന്ന പോലെ ഏതൊരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻഷിപ്പിൽ അവർ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം പ്രസ്താവിക്കുന്നു, നാളെ നമുക്ക് ഇന്നൊരു പ്രോഗ്രാമിന് പോകണം എന്ന് പറയുമ്പോഴത്തേക്കും യെസ് പോകാം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് നോ ദർ ഈസ് അനദർ പ്രോബ്ലം ബട്ട് ദർ ഈസ് എ പ്രോബ്ലം എന്ന് പറയുന്ന രീതിയിൽ യെസ് ബട്ട്. ഇപ്പോൾ ഈ പ്രശ്നം എന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രതിരോധത്തെ മറികടക്കാൻ പറ്റും. നമുക്കറിയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അംഗീകരിക്കാതെ വരുമ്പോൾ എപ്പോഴും പ്രതിസന്ധി ഉണ്ടാവും, കുടുംബത്തിലൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ആദ്യം അത് അംഗീകരിക്കും, എന്നിട്ട് അതിന് ശേഷം യെസ് പറയും, യെസ് നമുക്കത് ചെയ്യാം എന്ന് പറയും. എന്നിട്ട് അടുത്ത സ്റ്റേജിലാണ് പറയുന്നത് ബട്ട് ദർ ഈസ് എ പ്രോബ്ലം. അപ്പോൾ ഒരു സ്റ്റേജ് കടന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ഈ പ്രോസസ്സ് എളുപ്പമാണ്. ഒറ്റയടിക്ക് പെട്ടെന്ന് മുറി രണ്ടെന്ന് പറയുന്ന പോകുന്നതിന് പകരം പല പല സ്റ്റേജുകളായിട്ട് ആ പ്രതിരോധത്തെ, ആ റെസിസ്റ്റൻസിനെ മറന്നു കൊടുത്ത് പോകാൻ പറ്റും. അടുത്ത 10ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് യെസ് ആൻഡ് ആണ്. യെസ് ആൻഡ് ടെക്നിക്ക് കാൾ വിറ്റാർക്കർ എന്ന് പറയുന്ന ഫാമിലി തെറാപ്പി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായി ഉപയോഗിച്ച് നമ്മൾ ഫാമിലിയിലെ ഓരോ അംഗത്തെയും തെറാപ്പിയിലൂടെ കണ്ടുപോകണം എന്ന് ആദ്യമായി ഡിക്ലെയർ ചെയ്ത ഒരാളാണ് കാൾ വിറ്റാർക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ പ്രധാനം വെച്ചിട്ടാണ് യെസ് ആൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. യെസ് ആൻഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ കാര്യത്തിന് നമ്മൾ യെസ് പറഞ്ഞു, എന്നിട്ട് പറയാണ് ആൻഡ് പുതിയ ഒരു അർത്ഥവും കൂടെ അതിനു വേണ്ടി നിർവചിക്കുക. ബട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവാണ്. ആൻഡ് എന്ന് പറയുമ്പോൾ അതേ അർത്ഥം തന്നെയാകാം, അല്ലെങ്കിൽ അതേ സെൻറ്റൻസ് തന്നെയാകാം, അല്ലെങ്കിൽ അതേ ചിന്താഗതി തന്നെയാകാം, പക്ഷെ പറയുന്നതിനൊരു മാറ്റമാണ്. നമ്മൾ പറയും ഒരു റീഫ്രെയിംഡ് സ്ട്രക്ചർ. യെസ് ബട്ടിൻ്റെ ഒരു റീഫ്രെയിമാണ് യെസ് ആൻഡ് പക്ഷേ യെസ് ആണ്, പക്ഷെ അതിനോടൊപ്പം ഒരു കാര്യങ്ങൾ പറയാനുണ്ട്, പുതിയൊരു അർത്ഥവും കൂടെ അതിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ചിന്തയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സഹകരണപരമായൊരു സമീപനമാണ്. യെസ് ബട്ട് ടെക്നിക്കിനെ അപേക്ഷിച്ച് കൂടുതൽ സഹകരണവും എതിർപ്പ് കുറഞ്ഞതുമായൊരു സമീപനമാണ്. കാൾ വൈറ്റാക്കർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ എക്സ്പീരിയൻഷ്യൽ ആൻഡ് ഒരു ഇൻഡ്യൂറ്റീവ് തലത്തിലൂടെയാണ് ഈ ഒരു മെത്തേഡ്. ഇതെല്ലാം നമ്മൾ തെറാപ്പിയിൽ യൂസ് ചെയ്തതല്ല, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. തെറാപ്പിയുടെ കോൺസെപ്റ്റിൽ നമ്മളിത് പറയുന്നത് യെസ് ആൻഡ് ടെക്നിക്സ്. ദെൻ ഇതുപോലെ തന്നെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. ഓക്കെ, ദെൻ വരുന്നത് ഇനിഷ്യൽ ഇൻ്റർവ്യൂ കോൺസെപ്റ്റ്. ഇവിടെ ഏതായാലും കുടുംബ തെറാപ്പിയുടെ വിവരണങ്ങൾ പറയുമ്പോൾ, അപ്പോൾ ആദ്യമായിട്ടൊരു കുടുംബ തെറാപ്പിയുടെ ഭാഗമായിട്ട് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തെ കാണുമ്പോൾ എന്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഒരു ജോയിനിങ് ആൻഡ് അക്കോമഡേഷൻ്റെ പാർട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഫാമിലിയെക്കുറിച്ച് നമ്മളൊരു അറിയാറുണ്ട്. അവരുടെ സബ്സിസ്റ്റംസ് എന്താണ്, ശ്രേണി, ഹൈറാർക്കി, അവരുടെ ആ അധികാരത്തിൻ്റെ ഹൈറാർക്കി എന്താണ്, അതുപോലെ ഓരോ സബ്സിസ്റ്റത്തിൽ മാതാപിതാക്കളുടെ റോളുകൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് സബ്സിസ്റ്റത്തിലെ കമ്പോണൻസ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് ബൗണ്ടറീസ് എന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യം. അപ്പോൾ ഇവിടെ ഒരു സെഷൻ ഇവിടെ പറയുന്നത് തെറാപ്പിസ്റ്റ് ബ്രൗലിയോ എന്ന് പറഞ്ഞ തെറാപ്പിസ്റ്റിനെ കുറിച്ച് ഈ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. ആദ്യ മണിക്കൂറിൽ കുടുംബഘടന മനസ്സിലാക്കുന്നു, സബ്സിസ്റ്റംസ് എല്ലാം മനസ്സിലാക്കി, അധികാര ശ്രേണികൾ, ബൗണ്ടറീസ്, അതുപോലെ ഉപഘടനകളെല്ലാം മനസ്സിലാക്കി, ഇതിന് അതിൻ്റെ അതൊരു മാപ്പിംഗ് നടത്തുകയാണ്. ആദ്യ സെഷനിൽ തന്നെ കുടുംബത്തിന് ഒരു ഘടനയുടെ ഒരു മാപ്പ്
ഒരു ഉം, ഒരു ചിത്രം കൃത്യമായിട്ട് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ പ്രാരംഭതലത്തിലുള്ള ഇടപെടലുകൾ, ഒരു തെറാപ്പി എങ്ങനെ ആരംഭിക്കണം, എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം, എങ്ങനെ ഇടപെടണം. നമ്മൾ കണ്ടു 3 തരത്തിൽ ഒരു തെറാപ്പിസ്റ്റിന് ഇടപെടാൻ പറ്റും. വളരെ ക്ലോസ് ആയിട്ട്, അല്ലെങ്കിൽ മീഡിയം സ്റ്റേജിൽ, അല്ലെങ്കിൽ റിജിഡായിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇനി ഏത് രീതിയിലാണോ ഒരു തെറാപ്പിസ്റ്റ് ആ വ്യക്തി, കുടുംബത്തിന് വേറെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈ സ്റ്റൈൽ മാറും. എല്ലാവർക്കും ഒരുപോലെ ഒരേ ടൈലർ മെയ്ഡ് പ്രോസസ്സ് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തെറാപ്പിസ്റ്റിന്റെ കഴിവാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ഏത് തരത്തിലുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് വേണം. അപ്പൊ ആദ്യമേ നമ്മൾ തെറാപ്പിസ്റ്റ് കുടുംബഘടനയെ മനസ്സിലാക്കുന്നു, പ്രാഥമിക ഇടപെടലുകൾ നടത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ദെൻ നമ്മൾ ഒരു സർക്കുലർ ക്വസ്റ്റനിങ് എന്നൊക്കെ പറഞ്ഞ ചില മെത്തേഡുകളുണ്ട്. സർക്കുലർ ക്വസ്റ്റനിങ് എന്ന് വെച്ചാൽ ഒരേ ചോദ്യം ചുറ്റും എല്ലാവരോടും ചോദിച്ചു വരിക. ആ ഒരു ചോദ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെ എത്രമാത്രം ഡിനൈ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് കൃത്യമായി നടന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ ഭാഗം എന്ത് പറയും, അതായത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഇതിന്റെ രീതി, ഈ വ്യക്തി പറഞ്ഞ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെ സർക്കുലർ എല്ലാ വ്യക്തികളോടും ചോദിച്ച് കൃത്യമായിട്ട് ഒരു പ്രാഥമിക ഇടപെടലുകൾ കൃത്യമായിട്ട് വരുത്താം. അതിനുശേഷം മാപ്പിങ്ങിലേക്ക് പോകാം. ദെൻ ഇതിനെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് ഒരു മാതൃക ഉണ്ടാക്കാം. ഇതാണ് 11-ാമത്തെ അധ്യായം, ഇനിഷ്യൽ ഇന്റർവ്യൂ തുടങ്ങുമ്പോഴുള്ള കേസ് ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് 12-ാമത്തെ അധ്യായത്തിലെ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ ആണ്. ദാറ്റ് ഈസ് ബ്രൗൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവരുടെ ഒരു ക്ലയൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ദീർഘകാല മാറ്റങ്ങൾ, ഒരു കാലക്രമേണ കുടുംബഘടന. ഇപ്പം നമ്മൾ ഓൾറെഡി തെറാപ്പി ചെയ്തു. ആ തെറാപ്പി ചെയ്തതിന് ശേഷം ഇപ്പോൾ അവിടെ കുറേ പ്രോബ്ലംസ് കണ്ടു, ചില ട്രയാങ്കുലേഷൻ്റെ പ്രശ്നങ്ങൾ കണ്ടു, ബൗണ്ടറി പ്രശ്നങ്ങൾ കണ്ടു, അതുപോലെ തന്നെ നമ്മളത് പറഞ്ഞ പോലെ ശ്രേണിയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കണ്ടു, അതുപോലെ തന്നെ സബ്സിസ്റ്റത്തിലെ ചില ഇഷ്യൂസ് നമ്മൾ കണ്ടു. നമ്മൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും ഉള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കൾ അപ്ലൈ ചെയ്യുന്ന റൂളിന് ഓവറായിട്ട് പലപ്പോഴും ഗ്രാൻഡ് പേരൻസ് ചില റൂളുകൾ വെക്കാറുണ്ട്. അത് പലപ്പോഴും കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാതാപിതാക്കളുടെ റോള് ഓവർകം ചെയ്ത് ഓവർ റൈഡ് ചെയ്ത് പലപ്പോഴും ഗ്രാൻഡ് പേരൻസ് കുട്ടികളെ മാനേജ് ചെയ്യണം. ആ കുട്ടികളെ സത്യത്തിൽ അവർ നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ റൂൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ചില ഗ്രാൻഡ് പേരൻസ് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ ചില ഈ പറയുന്ന സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഞാനത് പറഞ്ഞ ട്രയാങ്കുലേഷൻ പോലെ രണ്ടുപേരുടെ പ്രശ്നത്തിൽ, രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ മാതാപിതാക്കൾ ഇടപെടാറുണ്ട്. അതൊക്കെ ട്രയാങ്കുലേഷൻ്റെ പ്രോബ്ലമായിട്ട് വരാറുണ്ട്. ദെൻ അധികാര ശ്രേണി, ചില വ്യക്തികൾ ഡോമിനൻ്റ് ആയിരിക്കും, മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ദുർബലരായി പോകും. ചിലർക്ക് സംസാരിക്കാൻ പോലും അവരുടെ ആ പേർഷൻ പറയാൻ പോലും പലപ്പോഴും പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്, പലതരത്തിലുള്ള മാറ്റങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്ന് തെറാപ്പിസ്റ്റുമായിട്ട് അത് ഇൻ്റർവെയിൻ ചെയ്ത് അവരുടെ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂസ് മനസ്സിലാക്കി പിന്നെ എന്ത് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അല്ലെ, ഈ തെറാപ്പിയുടെ ആ ഇഫക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ കുടുംബത്തിൽ പോകൂ. അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ ഒരു എൻമെഷ്ഡ്, അല്ലെങ്കിൽ ബന്ധങ്ങൾ വളരെ എൻമെഷ്ഡ് ആണ്, കൂടിക്കലർന്ന് ചേർന്ന് വരുവാണെങ്കിൽ അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം. ആ ബന്ധം നമ്മൾ ഹെൽത്തി ആക്കിയാൽ ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ദീർഘകാല മാറ്റങ്ങളിൽ എങ്ങനെ ഈ തെറാപ്പി പ്രയോജനകരമായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ തെറാപ്പി അവസാനിപ്പിച്ചതിന് ശേഷം കുടുംബം എങ്ങനെ സ്വയം അത് നിലനിർത്തൂ എന്ന് വിലയിരുത്തണം. അതുപോലെ മാറ്റങ്ങളുടെ ശാശ്വതീകരണം, ഉണ്ടാക്കിയ മാറ്റങ്ങൾ, തെറാപ്പി സമയത്ത് ഉണ്ടായ മാറ്റങ്ങൾ ശാശ്വതമായി നിലനിൽക്കണം. അതുപോലെ തന്നെ ഫോളോ അപ്പ്, കൃത്യമായ ഫോളോ അപ്പുകളിലൂടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ കൂടുതൽ ബെറ്ററാക്കും. അപ്പോൾ ഇതെല്ലാമാണ് 12-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. ദെൻ ഈ സിസ്റ്റത്തിൻ്റെ നമ്മൾ പറഞ്ഞ സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം. ഫാമിലീസ് ആൻഡ് ഫാമിലി തെറാപ്പി, സാൽവഡോർ മിനിച്ചിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് സിസ്റ്റമിക് ഫാമിലി തെറാപ്പിയുടെ ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഈ അപ്രോച്ചിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എല്ലാം സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ സിസ്റ്റം ആസ് എ ഫാമിലിയാണ്. അതിൽ ഇൻഡിവിജ്വൽസ് യാതൊരു വിലയുമില്ല, ഫാമിലിക്കാണ് വില. ഒരു വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മാത്രമല്ല, ഫാമിലിയിലുള്ള മറ്റംഗങ്ങളുടെ ഇൻഫ്ലുവൻസും കൂടെ ചേർന്നിട്ടാണ്. സോ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് കുടുംബഘടനയിലുണ്ട തകരാറിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു ഫാമിലി ഇഷ്യൂ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ആണ് പോകാറുള്ളത്. പക്ഷെ അതൊരു തെറ്റായ അപ്രോച്ചാണ്.
കാരണം ഫാമിലി ആസ് എ സിസ്റ്റം ആകുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ചലനങ്ങൾ എല്ലാ വ്യക്തികളിലും തുടർ ചലനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എല്ലാവരെയും ഈ തെറാപ്പിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഫാമിലിയിൽ ഒരാളൊരു മദ്യപാനം ഉണ്ടെങ്കിൽ ആ മദ്യപിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ചിലപ്പം ഹാബിച്വൽ ആകാം, ചിലപ്പം ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാകാം, ഫാമിലി പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ തൊഴിലിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം. എന്താണെങ്കിലും ആ പ്രശ്നത്തെ ഫാമിലി ആസച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ആ പ്രോസസ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഫാമിലി കൃത്യമായ ഇടപെടലുകൾ നടത്തണം. ഫോർ എക്സാമ്പിൾ, മദ്യപാനം കഴിഞ്ഞു ഒരു ഡീഡക്ഷൻ്റെ ഭാഗമായി ആ പ്രോസസ്സ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു കുടുംബനാഥനോട് വീട്ടിലുള്ള ഒരു അംഗം ചോദിക്കുകയാണ്, നിങ്ങൾ ആ മദ്യപിച്ച് കളഞ്ഞ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും എന്ത് സംഭവിക്കും? അതൊരു നെഗറ്റീവ് ഇടപെടലായിട്ട് വീണ്ടും മാനസികാവസ്ഥ തകർന്ന് ആ വ്യക്തി മദ്യപാനത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് ആ കുടുംബത്തിൻ്റെ ഘടനയിലുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അതിൻ്റെ ആ ഘടനയിൽ ഉണ്ടാക്കുന്ന ചില വിള്ളലുകളാണ്, ബൗണ്ടറിയിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ചികിത്സ നേടേണ്ടത് ഒരു രോഗി എന്ന മുദ്രകപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് മുഴുവൻ കുടുംബത്തെയും ഇടപെടലാണ്. അപ്പോൾ ഘടനാപരമായ കുടുംബ തെറാപ്പിയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ അപര്യാപ്തമായ കുടുംബഘടനയെ തിരിച്ചറിഞ്ഞ് അതിനെ പുനഃസംഘടിപ്പിക്കുക, റീസ്ട്രക്ചർ ചെയ്യുക. കാരണം അവിടെ ബൗണ്ടറി ഫിക്സ് ചെയ്യണം, അധികാര ശ്രേണികൾ മാനം, ദുർബലമായവരൊക്കെ കൂടുതൽ നമ്മൾ സ്റ്റിഫാക്കി മുന്നോട്ട് കൊണ്ടുവരണം. അങ്ങനെ ആരോഗ്യകരമായ ഒരു കുടുംബ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫാമിലി ലൈഫിലും കൗൺസിലിങ്ങിൻ്റെ തലത്തിലും ഒക്കെ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പ്രയോജനകരമായി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു പ്രോസസ്സാണ് ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ബുക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. കാരണം ഫാമിലി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തലമാണ്. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്ന ഒരു തലവുമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുടുംബത്തെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നത്തെ കാണുന്നത്? വ്യക്തിപരമായിട്ടാണോ അതോ ഫാമിലി ആസ് എ ഹോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സാബു സാർ, പറയൂ സാർ. നമസ്കാരം സാബു സാർ. പറയൂ ഈ സാർ. ഫാമിലി തെറാപ്പിയോട് ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് പാരന്റിങ് അല്ല തന്നെ, അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ സാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ വൈകിയാണ് എത്തിയത്, എന്നാൽ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഫാമിലി തെറാപ്പീസ് ആണ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൗൺസിലിംഗ് നടത്താറുണ്ടല്ലോ. വ്യക്തിപരമായ കൗൺസിലിങ്ങിന് പകരം ഫാമിലിയിൽ ഒരു ഇഷ്യൂ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ കപ്പിൾ തെറാപ്പി എന്ന് പറയും. ഫാമിലിയിലെ ഒന്നിലധികം അംഗങ്ങളുള്ളതാണെങ്കിൽ, ഭാര്യയും ഭർത്താവും മക്കളും ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ഫാമിലി തെറാപ്പി, അവിടെ ഇൻഡിവിജ്വൽ തെറാപ്പി അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ പൊതുവേ നമ്മൾ ഇൻഡിവിജ്വൽ തെറാപ്പികളാണ് പലപ്പോഴും ചെയ്യുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇനിയാൾക്കൊരു പ്രശ്നമുണ്ടെന്ന് ഇൻഡിവിജ്വൽ തെറാപ്പി പോകുമ്പോൾ ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഫാമിലി വർക്ക് ആസ് എ സിസ്റ്റം, ഒരൊറ്റ സിസ്റ്റമായിട്ടാണ്, ഒരു വ്യവസ്ഥയായിട്ടാണ് ഫാമിലി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ഒരാൾക്കുള്ള പ്രശ്നം ഫാമിലിയിലുള്ള എല്ലാവരെയും അത് ബാധിക്കുന്നതുകൊണ്ട് എല്ലാവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തെറാപ്പിസ്റ്റിൻ്റെ തലത്തിൽ നിന്നുണ്ടായാലാണ് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് ഈ സിസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ സാർ. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. ജോർജ് സാർ, കൗമാർ സാർ, വിജയദാസ്, ഹരി. താങ്ക് യു സാർ. നല്ല സെഷൻ ആയിരുന്നു, നല്ല ക്ലാസ് ആണ് സാർ. പിന്നെ ഒരു ഫാമിലി അപ്രോച്ച്, ഒരു നല്ല കമ്പാനിയനായിട്ട് നിന്നുകൊണ്ട്, ഒരു കൈത്താങ് ആയി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് സാബു സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സാർ. ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരാളുടെ പ്രശ്നമല്ല, എല്ലാവരും ഒരുപോലെ അഡ്രസ്സ് ചെയ്താലേ പ്രശ്നം തീരത്തുള്ളൂ എന്നാണ് ഈ ബുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
സാബു സാറേ, പറയും. ബുക്കിന്റെ പേരെന്താണ് സർ, പ്ലീസ്? ഫാമിലി ആൻഡ് ഫാമിലി തെറാപ്പി. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അതിൻ്റെ അകത്തുള്ള 12 അധ്യായങ്ങളിൽ പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം, അതിൻ്റെ അകത്ത് കുറേ തെറാപ്പി മെത്തേഡുകളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബുക്ക് റിവ്യൂ എന്ന തരത്തിൽ. യെസ്, വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ജോർജ് സാർ ഉണ്ടോ? തിരക്കിലാണോ? ശുദ്ധോധനൻ ഡോക്ടർ, മാത്യു സാർ, വിജയദാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടോളൂ, കുറേ ടെക്നിക്കൽ ടൈംസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട്. ബൈ.